നമസ്കാരം. മെയ് 24 എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗജകേസരി യോഗതുല്യമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് പരാമർശിക്കാം. ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം ശക്തമാക്കുന്നതിലൂടെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും തേടിയെത്തുന്നതായ സമയമാകുന്നു. ഗജകേസരി യോഗതുല്യമായ ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സനഭായോഗം, കാലയോഗം, ഗജകേസരി യോഗം തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുന്നതായ ദിവസം കൂടിയായി മെയ് 24 എന്ന ദിവസം മാറുന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ കൂടുതലായും അനുകൂലമായി ഭവിക്കുക, തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം സമയം അനുകൂലമല്ല എങ്കിൽ ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകണം എന്നില്ല. ഏവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും കടാക്ഷത്താൽ, അനുഗ്രഹത്താൽ ഈ രാശിക്കാർക്ക് ഇന്നേ ദിവസം വളരെയധികം നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ തേടിയെത്താനുള്ള സാധ്യത കൂടുതലാകുന്നു. പ്രധാനമായും ഈ ദിവസം മുതൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിച്ചു തുടങ്ങാം. കൂടാതെ ജോലിയുമായി പുരോഗതി, സന്തോഷം, സമാധാനം തുടങ്ങിയ കാര്യങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുമുണ്ട്. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടേണ്ടത് അനിവാര്യമാണ്. വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. പല വ്യക്തികളുടെ സഹായത്താലും ഇത്തരത്തിൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. പുതിയ കോണിൽ നിന്നും ചില അവസരങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ, സമാധാനപൂർണമായ അന്തരീക്ഷങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ആരോഗ്യ കാര്യത്തിലും അനുകൂലമായ അഥവാ മികച്ചതായ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ, അത് നിങ്ങൾക്ക് നേട്ടങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ മറ്റ് വ്യക്തിയുടെ സഹായത്താലോ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പൊതുവിൽ ഈ ദിവസം കൂടുതൽ അനുകൂലമായി തീരും. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം അവസാന പകുതി, തിരുവാതിര, പുണർതം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് വീക്ഷിക്കുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. ഭാഗ്യത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ജീവിതത്തിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. പല മാറ്റങ്ങളും അനിവാര്യമായ മാറ്റങ്ങളാണ്. അതിൽ ചിലതെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലികൾ പൂർത്തിയാക്കുവാൻ, ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. സാമ്പത്തിക തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലികൾ കൃത്യമായി പൂർത്തീകരിക്കുകയും തന്മൂലം അംഗീകാരങ്ങൾ, പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. മികച്ചതായ പല മാറ്റങ്ങളും വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിലും മാറ്റങ്ങൾ കടന്നു വരാവുന്ന സമയമാകുന്നു. സമൂഹത്തിൽ ബഹുമാനം, സ്വീകാര്യത ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ധനപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ധന ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അത് നിവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചില വ്യക്തികളുടെ സഹായം പോലും ഈ സമയം
ലഭിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് അത് താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചില അനുകൂലമായ സമീപനങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങളിലേക്കും സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും നയിക്കുന്നതായ ദിവസങ്ങളാകുന്നു. എന്നാൽ പ്രധാനമായും ഈ സമയം എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ മാറ്റങ്ങൾ തേടിയെത്തുന്ന ദിവസമാണ്. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചതിലും ലാഭമാണ് പല കാര്യങ്ങളിലും ഇന്നേ ദിവസം നിങ്ങളെ തേടിയെത്തുക. പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ചെയ്യുകയും അത് ലാഭത്തിലേക്ക് നയിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. പല അനുകൂലമായ കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുമുണ്ട്. ആത്മവിശ്വാസത്തോടെ തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കാനും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. വെല്ലുവിളികൾ പലതും ജീവിതത്തിലുണ്ട്. അതിൽ പലതും പരിഹരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. വെല്ലുവിളികൾ അനുകൂലമായി തീരാം. ജോലിയിൽ പ്രശസ്തിയും സന്തോഷവും കടന്ന് വരാവുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത് വ്യാപിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ, വഴികൾ തേടുകയോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങളും സാമ്പത്തികപരമായ കാര്യങ്ങളും അല്പം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതിനോടൊപ്പം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുക കൂടി ചെയ്യും. കൂടാതെ ഇന്നേ ദിവസം എടുക്കുന്ന തീരുമാനങ്ങൾ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഇന്നേ ദിവസം വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. മറക്കാൻ സാധിക്കാത്തതായ ചില അനുകൂലമായ കാര്യങ്ങൾ, ഓർമ്മകൾ, ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു. കഠിനാധ്വാനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തേടിയെത്തുന്ന ദിവസം കൂടിയാകുന്നു. സാഹസികപരമായ പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതായ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. സമൂഹത്തിൽ അംഗീകാരം, പ്രശസ്തി, ബഹുമാനം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രണയബന്ധം കൂടുതൽ ശക്തമായി തീരാം. ആരോഗ്യ കാര്യങ്ങൾ മികച്ചതായി തീരാം. അല്ലെങ്കിൽ അല്പം ആശ്വാസം ലഭിച്ചു എന്ന് വരാം. കൂടാതെ പല കാര്യങ്ങളിലുമുള്ള ആശയക്കുഴപ്പങ്ങൾ ഒരു പരിധിവരെ നീങ്ങുന്നതിന് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ധനം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിൽ സംഭവിക്കുകയും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന സമയമാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. കുടുംബവുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ, യാത്ര തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണുക.
അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. എടുക്കുന്ന തീരുമാനങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ കടന്ന് വരുന്ന ദിവസമായി തന്നെ മാറാം. അത്ഭുതപ്പെടുത്തുന്നതായ പല മാറ്റങ്ങളും കടന്നു വരാം. അപൂർണമായ പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസം പല കാര്യങ്ങളിലും വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടും ഗുണകരമായ മാറ്റങ്ങൾ തേടിയെത്താം. ജോലിയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ തേടിയെത്താം. കൂടാതെ ഈ സമയം മികച്ചതായ സമയത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ആരോഗ്യകാര്യത്തിലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. മാനസിക ആരോഗ്യം മികച്ചതായി തീരും. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുക. ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുക. കൂടാതെ ഈ സമയം പ്രധാനമായും മനസ്സിനെ അലട്ടിയിരുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം പോലും കണ്ടെത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിജയങ്ങൾ തേടിയെത്തുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, അല്ലെങ്കിൽ ചില ശുഭവാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിച്ചു എന്ന് വരാം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ധനം കൈകളിലേക്ക് സഹായമായോ മറ്റ് ധനസ്രോതസ്സുകളിൽ നിന്നോ വന്ന് ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. കൂടാതെ ഇന്നേ ദിവസം എടുക്കുന്ന തീരുമാനങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുകയും വാക്തർക്കങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുമാണ്.